ശ്രീ വൈരങ്കോട് ഭഗവതി ക്ഷേത്രം കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ തിരുനാവായക്കടുത്തുള്ള പുരാതന ഭദ്രകാളി ക്ഷേത്രമാണ് വൈരങ്കോട് ഭഗവതി ക്ഷേത്രം. അല്ലൂർ, കുറ്റൂർ, കൈത്തക്കര, വലിയ പറപ്പൂർ, പല്ലാർ, അനന്താവൂർ തുടങ്ങി 6 ദേശങ്ങൾ ഉൾപ്പെടുന്ന പല്ലാർ ദേശത്തിന്റെ നടുക്കായുള്ള വൈരങ്കോടാണ് വൈരങ്കോട് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1500 വർഷങ്ങൾക്ക് മുമ്പ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ് ഭഗവതിയെ വൈരങ്കോട് കുടിയിരുത്തുന്നത്. കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സഹോദരിയായ ദേവി പുഴ കടന്ന് ആഴ്വാഞ്ചേരി മനക്കലെത്തുകയും മനക്കലെത്തിയ ഭഗവതിയെ തമ്പ്രാക്കൾ വൈരങ്കോട് കുടിയിരുത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അങ്ങാടിപ്പുറം ഭഗവതിയുടെ ഭക്തരായ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്ക് ദേവീ ചൈതന്യം പ്രത്യക്ഷപ്പെടുകയും ദേവീ ചൈതന്യത്തെ തമ്പ്രാക്കൾ വൈരങ്കോട് കുടിയിരുത്തുകയും ചെയ്തു എന്നൊരു ഐതിഹ്യവും നിലവിലുണ്ട്. അങ്ങാടിപ്പുറം ക്ഷേത്രത്തിന് വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള അവകാശം ഈ ഐതിഹ്യത്തെ ബലപ്പെടുത്തുന്നു. ക്ഷേത്ര ഊരായ്മക്കാരായ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ക്ഷേത്രത്തിലെത്തിയാൽ ദേവി എഴുന്നേറ്റ് വണങ്ങുമത്രേ. അതുകൊണ്ടുതന്നെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ വൈരങ്കോട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാറില്ല. തമ്പ്രാക്കൾ നിശ്ചയിക്കുന്ന കോഴ്മക്കാണ് ക്ഷേത്രകാര്യങ്ങളിലെ ഉത്തരവാദിത്വം. തമ്പ്രാക്കളുടെ കോയ്മ അനുവാദം നൽകുന്നതോടുകൂടി മാത്രമാണ് ക്ഷേത്രോത്സവത്തിന്റെ തുടക്കമായ മരം മുറി നടക്കുക. തുടർന്ന് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകൾക്കും മേൽനോട്ടം വഹിക്കുന്നതും ഉത്സവ സമാപനത്തിന്റെ ഭാഗമായ അരിയളവ് നടത്തുന്നതും കോയ്മയാണ്. വൈരങ്കോട് ഉത്സവത്തിന്റെ പ്രധാന കൊടിവരവായ ആദവനാട് ആഴ്വാഞ്ചേരി മനവരവുകളും തമ്പ്രാന അനുഗ്രഹം വാങ്ങിയ വൈരങ്കോട്ടേക്ക് പുറപ്പെടും. മലപ്പുറം ജില്ലയിലെ പ്രധാന ഗ്രാമീണ ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നാണ് വൈരങ്കോട് വേല അല്ലെങ്കിൽ തീയാട്ട്. മലയാള മാസം കുംഭത്തിലാണ് എല്ലാ വർഷവും തീയാട്ട് ആഘോഷിക്കാറ്. കുംഭമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച മരമുറിയോടെ ആരംഭിക്കുന്ന ഉത്സവം ശനിയാഴ്ച പുലർച്ചെയാണ് സമാപിക്കുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ 3-ാം നാൾ ചെറിയ തീയാട്ടും 6-ാം നാൾ വെള്ളിയാഴ്ച വലിയ തീയാട്ടുമാണ് ആഘോഷിക്കുന്നത്. വെട്ടത്ത് നാട്ടിലെ മതമൈത്രിയുടെ ഉത്സവമായിട്ടാണ് വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ തീയാട്ട് അറിയപ്പെടുന്നത്. ആയിരക്കണക്കിന് നാനാജാതി മതസ്ഥരാണ് തീയാട്ടിന് വൈരങ്കോട് എത്തുന്നത്. ദൃശ്യവിരുന്നൊരുക്കിയ ദേശവരവുകളാണ് തീയാട്ടിന്റെ പ്രധാന ആകർഷണം. വരവുകളിൽ അണിനിരക്കുന്ന പൂതൻ, വൈക്കോൽ പൂതൻ, തിറ, കാട്ടാളന്മാർ, തെയ്യം, കരിങ്കാളി, പുരാണ കഥാപാത്രങ്ങളുടെ വേഷങ്ങൾ, വൈവിധ്യമാർന്ന വാദ്യമേളങ്ങൾ, നിറപ്പകിട്ടാർന്ന കൂറകളും തിത്തേരിയ കുടകളും ഇണപ്പൊയ്ക്കാളകളും അടങ്ങിയ ദേശവരവുകൾ അനിർവചനീയങ്ങളാണ്. ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ നല്ലൊരു വിപണി കൂടിയാണ് ഉത്സവപ്പറമ്പ്. മൺപാത്രങ്ങൾ, മുള കൊണ്ടും കൈതോല കൊണ്ടുമുള്ള ഗൃഹോപകരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ, പൊരി, നുറുക്ക്, മിഠായികൾ, വിവിധ തരം പലഹാരങ്ങൾ എന്നിവയും ഉത്സവപ്പറമ്പുകളിൽ വിൽക്കുന്നു. ശുദ്ധജല മത്സ്യങ്ങളുടെ വിപണിയാണ് മറ്റൊരാകർഷണം. വിവിധ ദേശങ്ങളിൽ നിന്നും മീൻപിടുത്തക്കാർ കൊണ്ടുവരുന്ന ഈ മത്സ്യങ്ങൾക്ക് മാത്രമായി ദൂരദേശങ്ങളിൽ നിന്നും ആളുകളെത്താറുണ്ട്. തീയാട്ടിന് മാറ്റുകൂട്ടി രാത്രി കരിമരുന്ന് പ്രയോഗവും നടക്കുന്നു. മറ്റു കേരളീയ ക്ഷേത്രോത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വൈരങ്കോട് തീയാട്ടിന് ആനകൾ ഉണ്ടാവാറില്ല. കേരളീയ ഗ്രാമീണ ക്ഷേത്രോത്സവങ്ങളുടെ എല്ലാ മനോഹാരിതയും ഗ്രാമീണ ജനതയുടെ ആഘോഷങ്ങളുടെ നേർക്കാഴ്ചയും തീയാട്ട് മറക്കാനാവാത്ത ഒരനുഭവമാണ് പ്രേക്ഷകന് നൽകുന്നത്. മരം മുറി ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവതിയുടെ മൂലസ്വരൂപമായ വലിയകത്തുട്ട് കോവിലകത്ത് മരമുറിയുടെ അവകാശികൾ ഒത്തുകൂടുന്നു. ഗണപതി ഹോമവും വെള്ളരി പൂജയ്ക്കും ശേഷം ക്ഷേത്ര ഊരായ്മക്കാരായ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ പ്രതിനിധി മരം മുറിക്കാനുള്ള അവകാശം നൽകും. തുടർന്ന് അവകാശികളായ ആശാരിമാരുടെ നേതൃത്വത്തിൽ മരം മുറിക്കാനായി എത്തുന്നു. മുറിക്കാനുള്ള മരത്തെ വലം വെച്ച് കോമരം വാൾ കൊണ്ട് കൊത്തുന്നു. ഈ സമയം കമ്മറമ്പിൽ പറയടി മുഴങ്ങും. തുടർന്ന് ദേശത്തിലെ മൂത്താശാരിയും അവകാശികളായ ആശാരിമാരും ചേർന്ന് മരം മുറിച്ചിടുന്നു. ശാഖകളൊന്നും വെട്ടാതെയാണ് മരം മുറിച്ചിടുക. ഭക്തർ വഴിപാടായി നൽകുന്ന വരിക്കപ്ലാവാണ് മരമുറിക്ക് നൽകുക. ഈ വിറക് മേലരിയാക്കി തെക്കൻ കുറ്റൂർ നായന്മാർ 3-ാം നാൾ ക്ഷേത്ര പരിസരത്തെ കനലാട്ടക്കുഴിയിലെത്തിക്കും. കനലാട്ടത്തിന് 100% കൊള്ളിവിറക് വേണമെന്നാണ് സങ്കല്പം. 6-ാം നാളത്തെ വലിയ തീയാട്ടിനുള്ള മരം 4-ാം നാളാണ് മുറിക്കുക.
മരം മുറിക്ക് 3-ാം നാൾ നടക്കുന്ന ചെറിയ തീയാട്ടിലെ പ്രധാന ചടങ്ങുകൾ: തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം മേലാപ്പ് കെട്ടൽ, കനലാട്ടത്തിനുള്ള മേലരി കനലാട്ടക്കുഴിയിൽ കൊണ്ടുവന്നിടൽ, നെല്ലളവ്, പറ നിറയ്ക്കൽ, തീയാട്ടുകൊള്ളൽ, തോറ്റം ചൊല്ലൽ എന്നിവയുണ്ടാകും. തുടർന്ന് നട അടയ്ക്കും. പിന്നീട് വൈകുന്നേരം 4 മണിയോടെ നട തുറക്കണമെന്നാണ് വിധി. ദേശക്കാരുടെ കൊടിവരവുകളാണ് ചെറിയ തീയാട്ടിനുണ്ടാവുക. രാത്രിയാണ് അവകാശികളായ നായന്മാർ തലച്ചുമടായി കനലാട്ടക്കുഴിയിലെത്തിച്ച മേലരിക്ക് മാടമ്പത്ത് നായരുടെ മേൽനോട്ടത്തിൽ കോത്തയത്ത് നായരാണ് തീ കൊളുത്തുക. തുടർന്ന് പകലാട്ടം, മുടിയാട്ടം, എഴുന്നള്ളത്ത്, ചുരികപിടുത്തം, കാടുകാണൽ എന്നീ ചടങ്ങുകൾ നടക്കും. 4-ാം നാൾ പുലർച്ചെ കനലാട്ടമുണ്ടാകും. കൈത്തക്കരയിലുള്ള മുതലത്തു നായർമാർക്കാണ് കനലാട്ടത്തിന്റെ അവകാശം. കനലാട്ടത്തിനു ശേഷം വെളിച്ചപ്പാടിന്റെ 1000 തിരിയൊഴിച്ചിലും കൽപ്പനയും വന്ന ശേഷം ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ കോഴ്മ അവകാശികൾക്ക് അരിയളക്കുന്നു. ഇതോടെ ചെറിയ തീയാട്ടിന്റെ ചടങ്ങുകൾ സമാപിക്കുന്നു. വലിയ തീയാട്ടു ദിവസമായ വെള്ളിയാഴ്ച 10,000-ങ്ങളാണ് ക്ഷേത്രത്തിലെത്തുക. ദൂരദേശത്തു നിന്നുള്ള കൊടിവരവുകളും കാളവരവുകളുമാണ് വലിയ തീയാട്ടിനുണ്ടാവുക. ഇതിൽ പ്രധാനം ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാരായ ആഴ്വാഞ്ചേരി മനയിൽ നിന്ന് പുറപ്പെടുന്ന ആദവനാട് ആഴ്വാഞ്ചേരി മനക്കിലെ വരവാണ്. ചെറിയ തീയാട്ടിലെ പോലെ പൂതൻ, വൈക്കോൽ പൂതൻ, തിറ, കാട്ടാളന്മാർ, തെയ്യം, പുരാണ കഥകളുടെ മറ്റും വേഷങ്ങൾ, വൈവിധ്യമാർന്ന വാദ്യമേളങ്ങൾ, നിറപ്പകിട്ടാർന്ന കൂറക്കൊടികളും തിത്തേരിയ കുടകളും അകമ്പടിയോട് അലങ്കരിച്ച കൂറ്റൻ ഇണപ്പൊയ്കാളുകളുമുള്ള വരവുകൾ കാണാൻ വൻ ജനാവലിയാണ് വൈരങ്കോട്ടേക്കെത്തുക. തീയാട്ടുത്സവത്തിന് ബ്രാഹ്മണർ മുതൽ പറയ സമുദായം വരെയുള്ളവർക്കും കൂടാതെ മുസ്ലിം മതവിഭാഗക്കാർക്കും അവകാശം നൽകുന്ന കേരളത്തിൽ തന്നെ അപൂർവം ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നാണ് വൈരങ്കോട് തീയാട്ടുത്സവം. ഒരിക്കൽ ലഹളകാലത്ത് പുറത്തുനിന്ന് വന്ന അക്രമികൾ ക്ഷേത്രം തകർക്കാൻ ശ്രമിച്ചെങ്കിലും അതിനെതിരെ ചെറുത്തുനിന്ന് ക്ഷേത്രം സംരക്ഷിച്ചത് വെള്ളാരത്ത് എന്നു പേരുള്ള മുസ്ലിം തറവാട്ടുകാരായിരുന്നുവെന്നും അതേ തുടർന്ന് ഈ തറവാട്ടുകാർക്ക് അന്നു മുതൽ ക്ഷേത്രത്തിൽ നിന്നും വർഷം തോറും ഒരു അവകാശം കൽപ്പിച്ചരുളി എന്നും കേട്ടുകേൾവിയുണ്ട്. തലമുറകളായി ആ കുടുംബം അത് കൈപ്പറ്റുകയും ചെയ്യുന്നുവെന്ന് പറയപ്പെടുന്നു. മകരമാസം വിളവെടുപ്പ് കഴിഞ്ഞ് നടക്കുന്ന ഉത്സവമാണ് തീയാട്ടുത്സവം. 80ഓളം ജോഡി പൊയ്ക്കാളകളുടെ വരവുകളാണ് ഉത്സവത്തിനെത്തുന്നത്. അതിന് ഐഹിത്യമായി പറയുന്നത് കാർഷിക വിളകളെല്ലാം എടുത്ത് കർഷകരെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയുള്ള ആഘോഷമാണെന്നും അതിന് കർഷകന് തുണയായിട്ടുള്ള കാളകളെ ആദരിക്കുന്നതിന് കൂടിയാണ് വളരെ ഭംഗിയായി അലങ്കരിച്ച് പൊയ്ക്കാളകളെ ക്ഷേത്രത്തിലെത്തിക്കുന്നത്. പ്രതിവാര പ്രതിഷ്ഠയും കൊടിവരവുമില്ലാത്ത ക്ഷേത്രമാണ് ശ്രീ വൈരങ്കോട് ഭഗവതി ക്ഷേത്രം. ഭഗവതിയെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിട്ടില്ലാത്തതിനാൽ ഇവിടെ വാൽക്കണ്ണാടി രൂപത്തിലാണ് പ്രതിഷ്ഠ. ദേവിയുടെ തൊട്ടടുത്ത് ഉപദേവനായി രുതിരപ്പൻ എന്ന ദേവനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആശ്രയിക്കുന്നവർക്ക് അഭയവും അനുഗ്രഹവും നൽകുന്ന ശാന്ത രൗദ്ര ദേവി ചൈതന്യമാണ് ഇവിടെ കുടികൊള്ളുന്നത്. അകത്ത് ദുർഗയും പുറത്ത് ഭദ്രകാളിയുമെന്ന വിശ്വാസമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിത്യപൂജ ദുർഗക്കും തീയാട്ട് ഭദ്രകാളിക്കും പരിവാരങ്ങൾക്കുമാണ് എന്നുള്ളതാണ് വിശ്വാസം. വലിയ തീയാട്ടിന്റെ അന്ന് മാത്രമേ ക്ഷേത്രത്തിൽ കിഴക്കോട്ടുള്ള നട തുറക്കാറുള്ളൂ. അതും 1-2 മണിക്കൂർ മാത്രം. അതിന്റെ സങ്കല്പം ദേവിയുടെ മൂത്ത സഹോദരിയായ കൊടുങ്ങല്ലൂരമ്മ ദേവിയെ കാണാൻ വരുമെന്നുള്ളതാണ്. മറ്റു ദിവസങ്ങളിലൊന്നും ഈ വാതിൽ തുറക്കാറില്ല. ശത്രുദോഷ പരിഹാരത്തിനും അഭീഷ്ട കാര്യസിദ്ധിക്കും മംഗല്യ സൗഭാഗ്യത്തിനും വേണ്ടിയുള്ള വഴിപാടുകൾ ഇവിടെ നടത്തപ്പെടുന്നു. പൂമൂടൽ, ചുറ്റുവിളക്ക്, ദിവസപൂജ, ഭഗവത് സേവ, കാലാപൂജ, രക്തപുഷ്പാഞ്ജലി, കൂട്ടുപായസം, മുട്ടറുക്കൽ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. തിരുനാവായ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്ററും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 10 കിലോമീറ്ററുമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്.